നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പായസം നല്ല രുചിയുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. മണ്ടൂസ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹെൽത്തി ഫുഡ് ഉണ്ടാക്കാം. മുതിരയും ക്യാരറ്റും കൂടി ചേർത്ത് ഒരു നല്ല പായസം ഉണ്ടാക്കാം. നമ്മൾ മുതിര കഴുകി എടുക്കുക കേട്ടോ. കഴുകി വാരി വെക്കാം. നമുക്കിതിലേക്ക് നെയ്യ് ഒഴിക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഈ മുതിര ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കാം. കുറച്ച് നമ്മൾ പൊടിക്കാനായിട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ച് നമുക്ക് ബാക്കി കുക്കറിലിട്ട് വേവിച്ചെടുക്കാവേ. അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഞാൻ വറുത്തെടുക്കും. നമുക്ക് ഈ ക്യാരറ്റും കൂടെ ഒന്നാണ് നെയ്ക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വ്യക്തമായ രുചിയിലും വ്യക്തമായ ശൈലിയിലുമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് മതി. ആ ക്യാരറ്റിന്റെ വെള്ളം എല്ലാം പോയി കേട്ടോ. ഇനി ഇത് ഓവർ ആയി കഴിഞ്ഞാണല്ലോ ഇതിന്റെ കളറെല്ലാം അങ്ങ് മാറിപ്പോ. അതുകൊണ്ട് ഇത്രയും മതി. ഇത് ഞാൻ മിൽമായി പോയി വാങ്ങിച്ചോണ്ട് വന്ന പാല. ഇത് നന്നായിട്ട് തിളപ്പിച്ച പാല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചൗരി ചേർത്ത് വെക്കാം. ഈ ചൗരി ഞാൻ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഈ വെള്ളത്തിൽ പാലിൽ കിടന്നൊന്ന് വേവട്ടെ. അങ്ങനെ നമ്മുടെ ചവരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് നമുക്കിതിലേക്ക് 2 തവി, സ്പൂണല്ല കേട്ടോ, വലിയ തവി, 2 തവി പഞ്ചസാര കൂടെ ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുതിര നന്നായിട്ട് വെന്ത് കേട്ടോ. 6 വിസിലടിക്കുക കേട്ടോ. ഇല്ല വെന്ത്. ഈ പൊടി നമ്മൾ പൊടിച്ച് വെച്ച പൊടി മുതിരയുടെ നമുക്കത് ചേർക്കാം. ഇതിലോട്ട് ചേർക്കുന്ന ഇതിലെന്ന് പറയാം, നമ്മള് നേരിട്ട് അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പൊടി ആയതുകൊണ്ട് പൊങ്ങിക്കിടക്കും. ഇപ്പൊ ആകുമ്പോൾ മിക്സ് ചെയ്ത് അതിലോട്ട് ഇടാൻ നമുക്ക്. വെന്ത ചവരി, തിളച്ച പാലും പഞ്ചസാരയും എല്ലാം മിക്സ് ആയി ഒന്നായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇതും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് വെന്ത് മിക്സ് ചെയ്യട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇടാം കേട്ടോ. നമ്മൾ വേവിച്ചെത്തില്ല, നെയ്ക്കകത്ത് വേവിച്ചെത്തി ക്യാരറ്റ്. ഇതിനകത്ത് നമ്മൾ മുതിര വേവിച്ചപ്പോൾ കുക്കറിൽ ഞാൻ നമ്മൾ ഉപ്പിട്ടായിരുന്നു. അത് ഭയം വിട്ടുപോയതാണ്. ഉപ്പിട്ട് വേണം കേട്ടോ മുതിര വേവിക്കാനായിട്ട് എല്ലാവരും. അപ്പൊ നമുക്ക് ഇതിലേക്ക് ജീരകവും ചുക്കും ഏലക്കാടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പൊടി ഇടാവേ. തീ ഓഫ് ചെയ്യണം കേട്ടോ. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതെന്താ ഇങ്ങനെ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പശുമ്പാലല്ലേ ചേർത്തിരിക്കുന്നേ, അന്നേരം പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലല്ല, അതുകൊണ്ടാണ് മുഴുവൻ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ അവസാനം അണ്ടിപ്പരിപ്പും മുന്തിരി, അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇടുകയാണ് കേട്ടോ. ലാസ്റ്റ് ഫൈനലായി. അങ്ങനെ നമ്മുടെ മുതിര പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ശകലം ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പായസം നല്ല രുചിയുണ്ട്. ഹെൽത്തിയാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ക്യാരറ്റും മുതിരയും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം എല്ലാം ബാലൻസ് ആണ്. ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. കമന്റ് ഇടാൻ മറന്നു പോകരുത്. അഭിപ്രായങ്ങൾ പറയുക. ഇതെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ ആരും മറന്നു പോകരുത്. എനിക്കിത് കുടിച്ചു നോക്കിയിട്ട് നമ്മൾ പരിപ്പ് പായസം എങ്ങനെയാണോ കഴിക്കുന്നത് അതേ ടേസ്റ്റ് ആവുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.